എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ രണ്ട് പ്രധാനപ്പെട്ട നമ്പറുകളെക്കുറിച്ച് ഉള്ള വിവരം നിങ്ങൾക്ക് തരാനാണ്. ഈ രണ്ട് നമ്പറും വളരെ പ്രധാനപ്പെട്ട നമ്പറാണ്. എമർജൻസിക്ക് ഉപയോഗിക്കുന്ന നമ്പറാണ്. ഓൾ ഇന്ത്യ ലെവലിൽ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന നമ്പറും കൂടിയാണ്. ഇതിൽ ആദ്യത്തെ നമ്പർ 1906 ഓർത്തു വയ്ക്കണം. 4 ഡിജിറ്റിലാണ്. ഇത് നിങ്ങൾ ഉപയോഗിക്കേണ്ട സമയം ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഗ്യാസ് സിലിണ്ടറിന് എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അപ്രതീക്ഷിതമായ ബുദ്ധിമുട്ട് ഗ്യാസ് സിലിണ്ടറിൽ ഉണ്ടെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയെ വിളിച്ചാൽ ഒരു വർഷത്തെ ഹോളിഡേ ആയിരിക്കാം, സൺഡേ ആയിരിക്കാം, ആളെ കിട്ടിയില്ലായിരിക്കും, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്, തടസ്സങ്ങൾ സംഭവിക്കാം. അപ്പോഴത്തേക്കും നിങ്ങളുടെ കൺട്രോളിൽ ഒതുങ്ങുന്ന തരത്തിലായിരിക്കില്ല, അപകടത്തിൻ്റെ വ്യാപ്തി കൂടുകയായിരിക്കും. അപ്പോൾ എമർജൻസിയായി തന്നെ ബന്ധപ്പെട്ടവരെ അറിയിക്കേണ്ട ഒരു ആവശ്യമുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയോ സമീപത്തുള്ള ആര് വന്നാലും അതൊരു റെസ്ക്യൂ ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങൾ എത്തപ്പെടുന്നെങ്കിൽ, അപ്പോൾ തന്നെ നിങ്ങൾ വിളിക്കേണ്ട ഒരു നമ്പറാണ് 1906. ഒരിക്കൽ ഓർത്ത് വയ്ക്കുക, 1906. ഇത് 24 മണിക്കൂറും വർക്ക് ചെയ്യുന്നൊരു നമ്പറാണ്. അതും ഓൾ ഇന്ത്യ ലെവലിൽ. ഈ പെട്രോളിയം മിനിസ്റ്ററിൻ്റെ അണ്ടറിൽ സേഫ്റ്റിക്ക് വേണ്ടി പ്രത്യേകമായി ഉള്ള ഒരു സെല്ലാണ്. അവരറിയിച്ചാൽ ഇമ്മീഡിയറ്റായിട്ട് അതിൻ്റെ ആക്ഷൻ ഉണ്ടാകും. കാരണം ചില ഹോളിഡേയിലും ചില സൺഡേകളിലും നമുക്ക് നമ്മുടെ ഗ്യാസ് ഏജൻസിയെ കിട്ടില്ല, ഹോളിഡേ ആയിരിക്കും. പക്ഷേ എന്തെങ്കിലും തീപിടുത്തമോ മറ്റോ ഉണ്ടെങ്കിൽ അവർക്ക് തീപിടുത്തമെന്ന് നമ്മൾ നോക്കിയിരുന്നാൽ നടക്കില്ല, നമ്മൾ മൊത്തം ബുദ്ധിമുട്ടിൽപ്പെടും. അപ്പോൾ ആ സമയത്ത് എപ്പോഴും നമുക്ക് സഹായമായി വേണ്ട നിർദ്ദേശങ്ങൾ അതിനുള്ള ആൾക്കാരും ഉടൻ തന്നെ നിങ്ങൾ കൊടുക്കുന്ന ലൊക്കേഷനിലേക്ക് എത്തപ്പെടും. അതിനാണ് അപ്പോൾ ഉപയോഗിക്കേണ്ട നമ്പറാണ് 1906. മറക്കാതെ സൂക്ഷിക്കുക. എപ്പോഴും എമർജൻസിക്ക്, പ്രത്യേകിച്ച് ഗ്യാസ് ഉപയോഗിക്കുന്നവരുടെ വീടുകളിൽ അടിയന്തരമായി ഈ നമ്പർ കാണുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും കുറിച്ച് വയ്ക്കുക. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഈ തരുന്ന 2 നമ്പറും കൊടുക്കുക, അവരെയും സൂക്ഷിക്കാൻ പറയുക. എന്നാൽ ഈ എമർജൻസി ആയി വരുന്ന അവർക്ക് നിങ്ങൾ ഒരു പൈസയും കൊടുക്കേണ്ട, ടോട്ടൽ ഫ്രീ ആണ് ഈ സർവീസ്. ബട്ട് എന്തെങ്കിലും ചെറിയ പാർട്സ് എന്തെങ്കിലും മാറ്റണമെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾ കൊടുക്കണം. അല്ലാതെ വന്ന് അറ്റൻഡ് ചെയ്യപ്പോൾ അപകടത്തിൽപ്പെട്ട സിലിണ്ടർ അങ്ങനെയാണെങ്കിൽ തന്നെയും അതിന് പൈസ കൊടുക്കണ്ട. ദാറ്റ് ഈസ് ടോട്ടൽ ഫ്രീ എന്ന് ഓർമ്മ വയ്ക്കുക. ഈ നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, നമ്പർ 1906. ഇനി അടുത്തത് മറ്റൊരു നമ്പർ. നിങ്ങളുടെ വീട്ടിൽ നിന്നും അർദ്ധരാത്രിയോ അസമയങ്ങളിലോ അല്ല പകലോ ഏതെങ്കിലും പോലീസുകാർ വന്ന് നിങ്ങളുടെ വീട്ടിലുള്ള ആരെയെങ്കിലും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകണമെങ്കിൽ, അതെവിടേക്കാണ്, എന്താണ് കുറ്റം, ഇതെല്ലാം ഇന്നത്തെ നിയമം അനുസരിച്ച് പോലീസുകാർ വീട്ടുകാർക്ക് കൊടുക്കേണ്ടതാണ്. വളരെ പ്രധാനമായിട്ടുള്ളൊരു ഒരു ഓർഡറാണത്. DGPയുടെയും കോടതിയുടെയും ഒക്കെ ഓർഡറാണ്. നമ്മുടെ വീട്ടിൽ നിന്നും ആരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാലും, ഇവരെന്ത് കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു, പരാതിക്കാരനാരാണ്, എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് നിങ്ങൾക്കറിയേണ്ട അർഹതയുണ്ട്. അത് ഗവൺമെൻറ് റൂളാണ്. മോസ്റ്റ്ലി ജെന്യൂനിറ്റി ആയിട്ടുള്ള പോലീസുകാർ തീർച്ചയായിട്ടും ആ ഇൻഫർമേഷൻ, നിങ്ങൾ കേൾക്കുന്ന ഇൻഫർമേഷനുള്ള മറുപടി അവർ വ്യക്തമായി തന്നിരിക്കും. ഇനി ചിലർ പോലീസിൻ്റെ വേഷം കെട്ടിയാണ് ഇവിടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ബലാത്കാരമായി പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ അത് വലിയ ക്രൈമാണ്.
അവർക്കിങ്ങനെയുള്ളൊരു നമ്പർ തരാൻ വിസമ്മതിക്കുന്നതാണെങ്കിൽ മോസ്റ്റ്ലി ഇങ്ങനെയുള്ള വല്ല ഗുണ്ടകളോ വല്ല കൊട്ടേഷൻ ടീമോ അവരായിരിക്കും. പോലീസ് വേഷവും ധരിച്ചു വന്ന് നിങ്ങളെ കബളിപ്പിച്ച് രാത്രിയിലും, പ്രത്യേകിച്ച് രാത്രിയിലും നിങ്ങളെ ഭീതിയിലാക്കി ഇവരെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അവർ വേണമെങ്കിൽ പറയാം, നിങ്ങൾ രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് അന്വേഷിക്കുക, അവിടെ കാണുന്ന ഒക്കെ ഡൂപ്പായിരിക്കും. ബട്ട് എപ്പോഴും വരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നമ്പറും നിങ്ങൾ വാങ്ങിയിരിക്കണം, മറക്കരുത്. ഇനി സാധാരണ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് പോണ വ്യക്തികളെ കൂടുതൽ സമയം സ്റ്റേഷനിൽ വയ്ക്കാൻ ഒരു സെർട്ടൺ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ പ്രതിയെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കി മറ്റുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഇതാണ് റൂൾസ്. എന്നാൽ നിങ്ങൾക്കൊരു വിവരം തന്നില്ല, യാതൊന്നും തരാതെ ബലാത്കാരമായി പിടിച്ചുകൊണ്ട് 2, 3, 4, 5 ഗുണ്ടകൾ വന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പോലീസ് വേഷം ഇട്ട് വരുന്നവരാണെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല. അതിപ്പോൾ ഈ ഒരു പോലീസ് വേഷം തൊപ്പി കിട്ടാനൊന്നും വലിയ കാര്യമില്ല. അത് മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യൂണിഫോം ഒന്ന് സംഘടിപ്പിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഫൂളാകരുത്. അവരോടും കാര്യമായി നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് വ്യക്തമായ വിവരം ചോദിച്ച് തന്നിരിക്കണം. ഇൻ കേസ് അവർ തരുന്നില്ല, അവർ യാതൊരു റെസ്പോൺസും ചെയ്യുന്നില്ല, ബലാത്കാരമായാണ് പിടിച്ചിട്ട് പോയെങ്കിൽ ഇമ്മീഡിയറ്റായി നിങ്ങൾ വിളിക്കേണ്ട ഒരു നമ്പറാണ് 112. ഒരിക്കൽ കൂടി പറയുന്നു, 112 11-2. ഈ നമ്പറിൽ എമർജൻസിയായി നിങ്ങൾക്ക് വിളിച്ചാൽ നിങ്ങൾ കാര്യം പറയുക, ഇങ്ങനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി അവർ ഇൻഫർമേഷൻ ഒന്നും തന്നില്ല പറഞ്ഞാൽ അവർ ഉടൻ തന്നെ അടിയന്തരമായി ഇടപെടും. ഇത് നമ്മുടെ ലോക്കൽ പോലീസിനോ നമ്മുടെ സിറ്റി കമ്മീഷണറുമായിട്ട് ബന്ധപ്പെട്ട നമ്പറല്ല. ഇത് ഡൽഹിയിൽ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു സെല്ലാണ്. ഇതെപ്പോഴും നമ്മൾ ഓർത്ത് വയ്ക്കുക. ഈ 2 എമർജൻസി നമ്പറും നമ്മൾ വയ്ക്കുക. LPG മൂലമുണ്ടാകുന്ന തീപിടുത്തം, മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ LPGയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീർക്കാൻ, അതും പെട്രോളിയം മിനിസ്ട്രിയുടെ അണ്ടറിൽ 24 മണിക്കൂറും സർവീസ് ചെയ്യുന്ന ഒരു സെല്ലാണ്. അവരുടെ നമ്പറാണ് 1906. അതുപോലെ തന്നെ വീട്ടിൽ നിന്നും ബലാത്കാരമായി പോലീസോ അല്ലെങ്കിൽ പോലീസിൻ്റെ വസ്ത്രവും ധരിച്ചു പോണവർ വന്ന് ബലാത്കാരമായി അർദ്ധരാത്രി ഏത് സമയങ്ങളിൽ പിടിച്ചുകൊണ്ട് പോയാൽ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ അത് വളരെ ദുരൂഹതകൾ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ എമർജൻസിയായി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ എമർജൻസി സെല്ലിലോ വിളിച്ച് അവിടെ നിന്ന് റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് നിങ്ങൾ വിളിക്കേണ്ട ഒരു നമ്പറാണ് 112. ഓർത്ത് വയ്ക്കുക. ഈ 2 നമ്പറും കാണുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും അറിയുന്ന രീതിയിൽ കുറിച്ച് വയ്ക്കേണ്ട നമ്പറാണ്. അല്ലാതെ ഡയറിയിലൂടെ ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടെത്താനും കൺഫ്യൂഷനാകും. അപ്പോൾ വളരെ അനായാസം കണ്ടെത്തേണ്ട സ്ഥലത്തായിരിക്കണം ഈ 2 നമ്പറും എഴുതി വയ്ക്കേണ്ടത്. അത് 1906 ബ്രാക്കറ്റ് LPG ഗ്യാസ് സിലിണ്ടർ, ഗ്യാസ് ലീക്ക് എന്തോ പറയുക. അതർവൈസ് അതർ നമ്പർ 112, അത് പോലീസ് എമർജൻസി നമ്പറെന്ന് അതും എഴുതി വയ്ക്കുക, മറക്കരുത്. കാരണം നാം പലപ്പോഴും അബദ്ധങ്ങളിൽ പോയി നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിലും നമ്മളെ അബദ്ധത്തിൽപ്പെടുത്താൻ പലരും നമ്മുടെ 4 വശം ചുറ്റിക്കൊണ്ടിരിക്കും. നമ്മൾ സുരക്ഷിതമായിരിക്കണം. നമ്മൾ സുരക്ഷിതം ആകണമെങ്കിൽ ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ നാം കരുതിയിരിക്കണം. എമർജൻസിക്ക് ഇത് ഗുണം ചെയ്യും. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലും ഒന്ന് എത്തിച്ചാലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.